ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മാർത്തോമ യുവജന സഖ്യം പുനലൂർ വെസ്റ്റ് സെൻറ്റർ നോമ്പിലെ സുഗന്ധം 42-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നോമ്പ് കാലം ഒരു മരുഭൂപ്രയാണമാണ്. മരുഭൂമിയിൽ സാധ്യതകൾ വളരെ കുറവാണ്. നമ്മുടെ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങളൊക്കെ വെട്ടിവെടിപ്പാക്കി നമ്മുടെ കർത്താവിനോട് ചേർന്ന് നോമ്പ് നോക്കുവാൻ നമുക്ക് കഴിയണം. യേശു പിശാചിനെ നോമ്പിനാൽ അതിജീവിച്ചതുപോലെ നമുക്ക് മുൻപിലുള്ള പ്രലോഭനങ്ങളെ നമ്മുടെ കർത്താവിലുള്ള വിശ്വാസത്താൽ അതിജീവിക്കുവാൻ നമുക്ക് കഴിയണം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം, ഇത് നീ വിശ്വസിക്കുന്നുവോ? ഡു യു ബിലീവ് ദിസ്? ഇതിന് ആധാരമായിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 25-ഉം 26-ഉം വാക്യങ്ങളാണ്. 25-ാം വാക്യം ഇപ്രകാരം പറയുന്നു: യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ബേഥാനിയിലെ ലാസറിന്റെ മരണവാർത്ത അറിഞ്ഞ് എത്തിച്ചേരുന്ന യേശു തന്നെ എതിരേൽക്കാൻ വന്ന മാർത്തയുടെ പരിഭവങ്ങൾക്ക് മറുപടി നൽകുന്ന വാക്കുകളാണിവ. ലാസർ ദീനമായി കിടന്നപ്പോൾ യേശു അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ തന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് മാർത്ത പറയുന്നു. യേശു സൗഖ്യദായകനാണെന്ന് മാർത്ത വിശ്വസിച്ചു. എന്നാൽ താൻ സൗഖ്യദായകൻ മാത്രമല്ല, ജീവന്റെ മേലുള്ള അധികാരവും തനിക്കുണ്ടെന്ന് യേശു തെളിയിക്കുന്നു. ബഥാനിയിലെ ഭവനം തനിക്കേറെ പ്രിയപ്പെട്ടതായിട്ടും തൻ്റെ സഹോദരൻ അഥവാ തൻ്റെ പ്രിയപ്പെട്ടവൻ ദീനമായി കിടക്കുകയാണെന്നും അതിനെ തുടർന്ന് അവൻ മരിച്ചു എന്നറിഞ്ഞിട്ടും യേശു അവിടെ എത്തിയത് അടക്കം കഴിഞ്ഞ് 4-ാമത്തെ ദിവസമാണ്. തൻ്റെ നാമം അവിടെങ്ങും മഹത്വപ്പെടേണ്ടതിന് യേശു ആ ഭവനത്തെ ഉപയോഗിക്കുന്നു. പ്രിയരെ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകുമ്പോൾ അതിനർത്ഥം യേശു മറന്നു എന്നല്ല, അവൻ്റെ നാമം നമ്മിലൂടെ മഹത്വപ്പെടണം എന്നതാണ്. തന്നെ സ്നേഹിക്കുന്നവരെ അവൻ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. പ്രസ്തുത ഭാഗത്തു നിന്നും 2 ചിന്തകൾ പങ്കുവയ്ക്കാം. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്ന് യേശു വെറുമൊരു വാഗ്ദാനം നൽകുകയല്ല, മറിച്ച് തൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഒന്നാമതായി, മരണത്തിന്മേലുള്ള അധികാരം. മാർത്ത കരുതിയത് പുനരുദ്ധാനം എന്നത് ലോകാവസാനത്തിൽ മാത്രം നടക്കുന്ന ഒരു സംഭവമാണ് എന്നതാണ്. എന്നാൽ യേശു പറയുന്നു, പുനരുദ്ധാനം എന്നതൊരു സംഭവമല്ല, അത് ഞാനാണ്. മരണത്തെ ജയിക്കാനുള്ള ശക്തി തന്നിലുണ്ടെന്ന് യേശു പ്രഖ്യാപിക്കുന്നു. ലാസറിനെ ഉയർപ്പിച്ചതിലൂടെയും പിന്നീട് സ്വന്തം ഉയർത്തെഴുന്നേൽപ്പിലൂടെയും യേശു അത് തെളിയിച്ചു. 2. വിശ്വാസിക്കുള്ള ഉറപ്പ്. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് മരണം ഒരു അവസാനമല്ല, മറിച്ച് നിത്യതയിലേക്കുള്ള പ്രവേശനമാണ് എന്ന് യേശു പറയുന്നു. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. പുനരുദ്ധാനമായതുകൊണ്ട് മരണത്തെ ഇല്ലാതാക്കുന്നു. ജീവനായതുകൊണ്ട് അവൻ നമുക്ക് മരണത്തോടൊപ്പമുള്ള നിത്യമായ ജീവിതം നൽകുന്നു എന്നതാണ്. ഇതാണ് യേശു ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് നൽകുന്ന ഉറപ്പ്. ഈ വാക്കുകൾക്ക് ശേഷം യേശു മാർത്തയോട് ചോദിക്കുന്നു, ഇത് നീ വിശ്വസിക്കുന്നുവോ? ഈ ചോദ്യം ഇന്നും ഓരോ വിശ്വാസിക്കും പ്രസക്തമാണ്. പ്രതിസന്ധികളിലും മരണത്തിന്റെ നിഴലിലും ദൈവത്തിൽ വിശ്വസിക്കുവാൻ നീ തയ്യാറാണോ? ലാസറിനെ ഉയർപ്പിച്ചതിലൂടെ തന്റെ മരണത്തിന്മേൽ അധികാരമുള്ളവനാണെന്ന് യേശു തെളിയിക്കുന്നു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതു മരിച്ച അവസ്ഥയിലും ജീവനിലേക്ക് കൊണ്ടുവരുവാൻ യേശുവിന് കഴിയും എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.